DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 28 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ ജൂൺ 3 വരെ സമയമുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിനായി നേറ്റിവിറ്റി, വരുമാന, ജാതി സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ലെന്നും ഇവ തെളിയിക്കാൻ വിദ്യാർത്ഥിയുടെ SSLC ബുക്ക് അടിസ്ഥാന രേഖയായി പരിഗണിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംവരണ ആനുകൂല്യങ്ങൾക്കുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ പ്രവേശന സമയത്തോ അതിനുശേഷമോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഹാജരാക്കിയാൽ മതിയാകും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള 9 ജില്ലകളിൽ സീറ്റുകളുടെ ക്ഷാമം പരിഹരിക്കാനായി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 20% മുതൽ 30% വരെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. അടുത്തറിയിപ്പ്, 5000 രൂപ വരെയുള്ള പണമിടപാട് നടത്താൻ ഇനി പിൻ നമ്പർ വേണ്ട. വിരലടയാളം നൽകിയാൽ പണമിടപാട് നടത്താനുള്ള സൗകര്യമുണ്ടാകും. ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം, ക്രെഡ് അടക്കമുള്ള ആപ്പുകളിൽ ഇത് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. UPI ലൈറ്റ് ഒഴികെയുള്ള എല്ലാ ആപ്പുകളിലും സാധാരണ ഇടപാടുകൾക്ക് പിൻ നിർബന്ധമാണ്. എന്നാൽ ഇനി മുതൽ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ വിരൽ പതിപ്പിച്ച് ഇടപാട് നടത്താനാകും. ഭീം ആപ്പിലാണ് സേവനം ആദ്യം ലഭ്യമാക്കിയത്. ബയോമെട്രിക് രീതിയിലുള്ള അതിവേഗം പണമിടപാട് നടത്താൻ കഴിയുന്ന സംവിധാനം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചെങ്കിലും അടുത്തിടെയാണ് ലഭ്യമായത്. അടുത്തറിയിപ്പ്, ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഗാർഹിക LPG സിലിണ്ടർ വിതരണത്തിൽ എണ്ണ വിതരണ കമ്പനികൾ അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി വ്യാപക പരാതിയുണ്ട്. EKYC പൂർത്തിയാക്കാത്ത ഉപയോക്താക്കൾക്ക് സിലിണ്ടർ വിതരണം തടയുന്നതായി ഭാരത് ഗ്യാസ് ഡീലർമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് ഏജൻസികൾ വ്യക്തമാക്കുന്നത്. EKYC പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ഗ്യാസ് ബുക്കിങ്ങിനോ സിലിണ്ടർ വിതരണത്തിനോ തടസ്സമുണ്ടാകില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ബുക്കിംഗ് സാധ്യമാകാത്ത അവസ്ഥയാണെന്ന് ഡീലർമാർക്ക് പരാതിയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് ഗ്യാസ് സിലിണ്ടർ വിതരണ കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഓൺലൈനായി EKYC പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. സാങ്കേതിക തകരാറുകൾ കാരണം നാട്ടിലുള്ളവർക്കും മൊബൈൽ ആപ്പ് വഴി നടപടികൾ പൂർത്തിയാക്കാൻ പ്രയാസം നേരിടുന്നുണ്ട്. ഇതോടെ നേരിട്ട് ഗ്യാസ് ഏജൻസികളിലെത്തി ബയോമെട്രിക് രീതിയിൽ, അതായത് കൈവിരൽ പതിപ്പിച്ച് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് EKYC പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഇതിനു പുറമെ ഏജൻസികളിലെ തിരക്കും സെർവർ തകരാറുകളും ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്. നിങ്ങളൊരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത് 45 ദിവസം കഴിഞ്ഞിട്ടും അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ ഏജൻസി ഓഫീസുകളുമായി ബന്ധപ്പെടുക. അവർ EKYC ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ നമ്പറും നൽകി ഏജൻസി ഓഫീസിൽ വെച്ച് തന്നെ ബയോമെട്രിക് പൂർത്തിയാക്കുക. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിരുന്നു. ബാങ്കുകളിൽ തുക ലഭിക്കുന്നവർക്കാണ് ഇതിനകം അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ എത്തിയിരിക്കുന്നത്. സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള നേരിട്ടുള്ള പെൻഷൻ വിതരണം നാളെ മുതൽ, അതായത് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അതിനാൽ ഇനിയും പെൻഷൻ തുക ലഭിക്കാനുള്ളവർ വിഷമിക്കേണ്ടതില്ല. നാളെ മുതൽ വീണ്ടും വിതരണം ആരംഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.